ഞങ്ങളെ ഉൾപ്പെടുത്തേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളായ വധുവരന്മാരെ സമ്പന്നരാക്കി അങ്ങേ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലിൽ നീ പൊൻപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോടികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസപരരായ രാജാവിനെ പ്രവേശിച്ച് എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനം പരിപടഞ്ഞു കിടക്കുന്ന മുന്നിൽ വഴിയായി നിന്റെ മക്കൾ വേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെട്ടവരെല്ലാം പ്രകാരം അനുഗ്രഹിക്കലാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങളെ വീഴ്ചയും അങ്ങയുടെ സത്യനായ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുഴുവൻ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ ആത്മീയ ദൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും. യേശു അരുൾ ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ആ യേശു ഇവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി പ്രകാശമായി ലഭിക്കുവാൻ പ്രാർത്ഥിച്ച് നമുക്ക് ദീപം പ്രകാശിപ്പിക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നാൽ ജീവിത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമുള്ള പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. അധ്യായം 5 20 മുതൽ 33 വരെ വാക്യം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്ന പോലെ ഭർത്താവായുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കും. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജനം കൊണ്ട് കഴുകി വചനത്താൽ വെള്ളുള്ളതാകും. ഇതവളെ കളയോ ചുടുകയോ മറ്റു കുറവുകളുമില്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയായി
അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കും. ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു തന്റെ സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയും ചെയ്തു. അവർ രണ്ടുപേരും ഒന്നാണെന്ന് വെച്ചു. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയുടെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കും. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ജീവൻ നൽകും വചനം ദൈവവചനം ഒഴുകിയിറങ്ങുന്നു. ജീവൻ നൽകും വചനം ദൈവവചനം താതോന്നിടുവിൻ ദൈവജനമേ, ഹൃദയമൊഴുകിടുവിൻ ദൈവജനമേ. ഇത് ജീവൻ നൽകും വചനം ദൈവവചനം, ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 2 മുതലുള്ള തിരുവചനം. ഫരീസയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവിടുന്ന് മറുപടി പറഞ്ഞു, മോശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ആ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ പരിശുദ്ധ എത്രയും സ്നേഹം നടന്ന ഒരു രീതിയിലെ വൈദികരെ ഇന്നത്തെ താര ജോലികളായ അജു, എൽസ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഒത്തിരി സന്തോഷത്തോടെയാണെങ്കിലും നിങ്ങളെന്ന് ഈ ബലിവേദിക്ക് മുമ്പിൽ നിൽക്കുക. അതിനേക്കാൾ ഉപരി ഒത്തിരി ആകുലതകൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം പറയുന്നത് ആദ്യത്തെ കഴിയുന്നുണ്ട്, രണ്ടാമതെങ്കിലും ഫസ്റ്റ് ഇങ്ങനെ ബലിവേദിയിലേക്ക് നിൽക്കുക. തീർച്ചയായിട്ടും നമ്മുടെ അനുഗ്രഹം നമ്മുടെ കൂടെ വേണം. വേറെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായാലും ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ എല്ലാം തന്നെ തീർച്ചയായിട്ടും സർവശക്തനായ നമ്മുടെ ഇന്നേ ദിനം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പറയുക, അവൻ്റെ മേശയ്ക്ക് ചുറ്റും മേശയ്ക്ക് ചുറ്റും നിരത്തി നട്ട ഒലിവ് തൈകൾ പോലെ. ഇത്രയും മനോഹരമായ സങ്കല്പമാണ് കുടുംബജീവിതത്തെക്കുറിച്ച് ഞങ്ങളോടുകൂടെ ഭാഗ്യപ്പെട്ടവരെ എത്രത്തോളം അതിനെ വീണ്ടും ഓർമ്മിക്കുക, കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ വഴിയെ ചെയ്യുന്നവന് അടുക്കുന്ന ഒരു മനുഷ്യന് ദൈവം നൽകുന്ന മഹത്തായ ദാനങ്ങളിൽ ഒന്നാണ് ഭാര്യ എന്ന് പറയുക. ഭാര്യ ഉള്ളത് അവന്റെ ആയുഷ്കാലം തികയ്ക്കുമെന്ന് പറയുന്നത് പരസ്പരം പുലർത്തണം. അതുകൊണ്ടാണ് ഓരോസം ഓർമ്മിക്കുക, ഇത് അമ്പുടത്തിലാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വിവാഹമെന്ന കൂടാശ കുടുംബജീവിതം
വളരെ കരുതലോടെ കൊണ്ടു നടക്കേണ്ട രണ്ടുപേരും ചോദിച്ചാൽ തീർച്ചയായിട്ടും പത്രോസ് ഓർപ്പിക്കുന്നുണ്ട്, ഭാര്യയെ നിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പിന്നിയ മുടി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം. എങ്കിലും പറയുന്നത് പിന്നിയ മുടിയോ അലങ്കാരങ്ങളോ ആരെയായ ആഭരണങ്ങളോ ഒന്നുമല്ല. ഭാര്യയോട് ചെയ്യുക ചിലപ്പോൾ അതിനു മുമ്പ് ചോദിച്ചു, എന്നെ ഇത്രയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാൻ എന്താ കാരണം? അപ്പോഴാണെങ്കിൽ ചക്കം പറയും, നിന്റെ മനോഹരമായ ഈ കാർക്കുന്നിലെ മുടി ഇത്ര മനോഹരമാണ്, അതെന്നെ വല്ലാതെ അതാതെ ആകർഷിക്കുന്നു എന്ന് പറയും. വെള്ളം കുടിക്കാനത്ത് സന്തോഷത്തോടെ ഭാര്യ വെള്ളം കൊണ്ടുവന്ന് വരുമ്പോൾ ഒന്നുമല്ലടി എൻ്റെ ഈ പല്ലം കിട്ടുമൊക്കെ സുന്ദരമായ എളുപ്പമില്ലായിരുന്നു. ഭാര്യ അയ്യോടാന്ന് വിളിക്കുമ്പോഴാണ് കിടക്കാൻ പോകുമ്പോൾ ഭർത്താവ് പറയും, ഒരു നിമിഷം എൻ്റെ ഈ മുടിയൊന്നും ഞാൻ ഹാങ്ങറിലിട്ടോട്ടെ, ഇത് മൂടിയായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ ഈ സന്തോഷം ഭർത്താവിന് നൽകുവാനായിട്ട് സാധിക്കണം. വചനം ഓർപ്പിക്കുകതാണ്, ക്രിസ്തു സഭയെ എപ്രകാരം സ്നേഹിച്ചു, എപ്രകാരം കരുതി, അതുപോലെ കരുതാനാണ് പറഞ്ഞേക്കുന്നത്. മനോരമയുടെ പരസ്യങ്ങളെ കാണും, ഇന്ന് രാത്രി കണ്ണീരിൻ്റെ പെരുമഴയുണ്ടാവും, മഴവില്ലിന് കരുതുന്ന ഭർത്താവിനെ കാണാം, അതുകൊണ്ട് കരയുന്ന ഭാര്യമാരെ കാണാം. ആ ഭർത്താവിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിലും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു സെമിനാറുകളിലൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കാറുള്ളത്. വീണ്ടും നിങ്ങൾക്ക് ഇനിയൊരു അവസരം കൂടി തന്നിട്ടുണ്ടെങ്കിൽ, ഇതിനെ കൂടി കുറെ യോഗ്യതയുള്ള ഭർത്താക്കന്മാരെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ? അതിൽ വീണ്ടും ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട്, ഇതിനേക്കാൾ ഭർത്താവിനോട് ചോദിക്കുന്നത്, നല്ലൊരു ഭാര്യയെ, നീ ആഗ്രഹിച്ച സ്വപ്നങ്ങളേക്കുള്ള കഴിവുകളെ കുറിച്ച് ഭാര്യയെ കിട്ടിയാൽ നീ സ്വീകരിക്കുമോ? നമുക്ക് ഈ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക എന്ന് നമുക്കറിയുന്നില്ല. പക്ഷെ അതായ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് കരുതലോടെ ജീവിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് കുടുംബ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുക. മാറി നിൽക്കുന്നതാണ് പിന്നെ പറയുക, ഞാനും കല്യാണത്തിന് പുലിയായിരുന്നു, പിന്നെ എങ്ങനെയൊക്കെയോ ഭാവഭർത്താക്കന്മാരെ. എങ്ങനെയാണ് ക്രിസ്തു തന്റെ സഭ ആളാക്കി സ്നേഹിച്ചത്? അവിടെ സാക്രിഫൈസുമാണ്, വിശദീകരിച്ചതാണ്. അവരെ വിശദീകരിച്ചിട്ടാണ് അവൻ തന്റെ ജീവിത പങ്കാളികളെ ഒരുമിച്ച് തന്റെ കൂടെ നടത്തിയത്. വലിയ ഗുണങ്ങളൊന്നുമുള്ള ബലഹീനതയാണ്. സ്ത്രീ എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ ഉയർത്തി വെച്ചാലും അവള് ബലഹീനരാണ്, ശക്തി കുറഞ്ഞവളാണ്. എങ്കിലോ കർമ്മത്തില് ബുദ്ധിയുടെ തലങ്ങളിലൊക്കെ ഭർത്താവിന് നല്ല ക്രിസ്തു തന്നെ. ക്രിസ്തു അനുഭവം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ വലിയ അനുഗ്രഹങ്ങളും വലിയ ഉൾക്കാഴ്ചകളും നമുക്ക് ലഭിക്കും. ഒരു സമയം ദൈവം നമ്മളെ നമ്മളോട് പറഞ്ഞു ചെയ്യുന്നത്, ഞാൻ മുന്തിരിച്ചെടിയെ നിങ്ങൾ ശാഖകളുമാകും. ശാഖകൾ എത്രത്തോളം മുന്തിരിയോട് ചേർന്നിരുന്നതോ അതേപോലെയാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് ഒരുമിച്ച് ചേർന്നിരുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് യാതൊരു ശാഖയിൽ ചേർക്കേണ്ടവരാണ് ഭാര്യ എന്ന് പറയുന്നത്. അഭയം നൽകേണ്ടവർ ഭർത്താവ്, അവർ താങ്ങേണ്ടവർ ഭാര്യ. ആ ഒരു രഹസ്യത്തിലേക്ക്, വിവാഹമെന്ന കുടുംബജീവിതം എന്ന വലിയ മഹത്തായ ധാരത്തിലേക്ക് നിധി ആ താഴിയെ കൂടെ പൊട്ടാതെ സൂക്ഷിക്കുവാനായിട്ട് ദൈവം നിങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം ഇന്നേ ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവിതം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആദിയിൽ ജീവിതസംഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മർദ്ദത്തോടും കൂടി എൽസ മേരിയെ നിന്റെ ഭാര്യയായി
നീ സ്വീകരിക്കുന്നു. മേരി എൽസ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അജു ലൂക്കോസിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടി അടയാളമായി പരസ്പരം വലതുകരം ചേർക്കുക. അബ്രാഹത്തിൻ്റെയും സഹാത്തിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങേ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് അവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശുദ്ധടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ഇവർ ഉപയോഗിക്കുന്ന ഈ ബഹുമാനങ്ങളെയും ആശീർവദിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനുസൃതത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അങ്ങയെ മണവാട്ടിയായ പരിശുദ്ധസഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ദാമ്പത്യ പ്രതിജ്ഞയെടുക്കുകയാണ് നിൽക്കുവാൻ നമുക്ക് ഈ സമയത്ത് വിശുദ്ധമായി എനിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും ചൊല്ലിത്തരുന്ന പ്രതിജ്ഞാവാചകം കേൾക്കുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും
അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാദം മാലാഖമാരൊപ്പം ജീവന്റെ തിരുവോച്യമേ, ആരാധന പാദം മാലാഖമാരൊപ്പം ജീവന്റെ തിരുവോച്യമേ. ഇന്നും കൂടെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെയും നായകനായ മായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളിൽ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാവട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന